നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് റിവ്യൂ ചെയ്ത ഒരു സിനിമയെപ്പറ്റി ഒന്നുകൂടി സംസാരിക്കാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപയോഗിക്കുന്നത്. കാരണം കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യം എന്നുള്ളത് നമ്മൾ ഈ 7 റേറ്റിംഗ് 6 റേറ്റിംഗ് 7.5 മാക്സിമം 8 ഇത്തരത്തിലുള്ള റേറ്റിംഗ് മാത്രമാണോ അതോ 10ൽ 10 താൻ കൊടുക്കാറില്ലയോ എന്നൊക്കെ എപ്പോഴും കുറേ പേരൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം നമ്മൾ 10ൽ 10 റേറ്റ് കൊടുത്ത ഫിലിംസ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. ഒരു ഫിലിം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ സിനിമ. കാരണം ഈ ഒരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൊറിയൻ സിനിമകളൊക്കെ തുടങ്ങിയ ടൈമിൽ കണ്ട ഒരു ചിത്രമാണ്. ആ ടൈമിൽ അല്ലെങ്കിൽ കൊറിയൻ സിനിമകളൊക്കെ കാണാൻ തുടങ്ങിയത് ത്രില്ലർ സിനിമകൾ കാണണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ കൊറിയൻ ത്രില്ലർ ആണ് കൊറിയൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച ജോണർ എന്ന് കരുതിക്കൊണ്ടിരുന്ന കാലഘട്ടത്ത് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സിനിമയാണ്. ആ സിനിമ കണ്ടതോടുകൂടി പിന്നെ ഫീൽ ഗുഡ് സിനിമകളുടെ അഡിക്റ്റായി മാറി എന്നുള്ളതുമാണ് വസ്തുത. അങ്ങനെ 10ൽ 10 റേറ്റ് കൊടുത്ത് ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സ് ആ ഒരു സിനിമ നമ്മളിലൂടെ അറിഞ്ഞ് കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം എന്നൊക്കെ പറയാൻ സാധിക്കും. ഞാൻ ഈ പേര് പറയുമ്പോൾ ഈ പേര് വെച്ച് നിങ്ങൾ യൂട്യൂബിൽ മലയാളം അല്ലെങ്കിൽ സിനിമയുടെ പേര് മിറാക്കിൾ ഇൻ സെൽ നമ്പർ 7 എന്നാണ്. ഈ പേര് വെച്ചിട്ട് നിങ്ങൾ മലയാളം റിവ്യൂ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റിവ്യൂ കിട്ടും. വേറെ ഒന്നും നോക്കണ്ട, അതിൻ്റെ കമൻറ്റ് ബോക്സ് മാത്രം നിങ്ങൾ പോയിട്ട് റീഡ് ചെയ്യുക. ഏകദേശം 20,000-ത്തിനടുത്ത ആളുകളും കണ്ടിട്ടുള്ളൂ. അതിന് ഒരുപാട് കമൻസ് ഉണ്ട്, 10-200 കമൻസും കണ്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ആ കമൻസ് മാത്രം റീഡ് ചെയ്താൽ മതി ഈ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്ന ഒരു ചിത്രമാണെന്ന് അറിയാൻ വേണ്ടി. എന്തായാലും ഒരു ഷോർട്ടായിട്ട് റിവ്യൂ പറയാം. ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അച്ഛൻ മകൾ ബന്ധമാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കുറ്റകൃത്യം ചെയ്തതിൻ്റെ പേരിൽ ജയിലിനുള്ളിലാണ്. എന്തായാലും ഇദ്ദേഹത്തിന് ജയിലിനുള്ളിൽ ചെന്നതിന് ശേഷം ഒരേ ഒരു ആലോചന മാത്രമേ ഉള്ളൂ, തൻ്റെ മകളെ എങ്ങനെയെങ്കിലും കാണുക എന്നുള്ളത്. മകൾക്ക് വലിയ വയസ്സൊന്നുമില്ല, അച്ഛൻ മകൾ ബന്ധം അതുപോലെയാണ്. എന്തായാലും ഇതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾ കണ്ണും മനസ്സും ഉപയോഗിച്ച് കാണുക. അത്തരത്തിലുള്ള ഒരു ഗ്രേറ്റ് ഫിലിം തന്നെയാണ് മിറാക്കിൾ ഇൻ സെൽ നമ്പർ 7 എന്നുള്ളത്. ഈ സിനിമ എന്നുള്ളത് പ്രകടനം കൊണ്ടും മികച്ച തിരക്കഥ കൊണ്ടും പ്രേക്ഷകനെ ഒരേ സമയം ഒരു ആകാംക്ഷയുടെ മുൾമുനയിലും അതുപോലെ തന്നെ വികാരഭരിതരാക്കിയും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒക്കെ ഇരുത്തുന്ന തരത്തിലുള്ള ഒരു സിനിമയാണെന്ന് പറയാൻ സാധിക്കും. ഇതിലെ ആ ഒരു അച്ഛനായിട്ട് എത്തുന്നത് റിയോ സിംഗ് റിയോങ് എന്ന് പറയുന്ന ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രകടനം നിങ്ങൾ കൈയടിച്ചു പോകും, ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ്, കൈയടിച്ചു പോകും. അമ്മാതിരി ഒരു പ്രകടനം. അതുപോലെ തന്നെ ആ ഒരു കൊച്ചു കുട്ടിയായിട്ട് എത്തുന്നത് കാൾസോവോർ എന്ന് പറയുന്ന ഒരു കൊച്ചു ആക്ട്രസ്സാണ്. ഇവരുടെ രണ്ടിൻ്റെ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് എന്നൊക്കെ ഉള്ളത് അത്രത്തോളം മികച്ച രീതിയിലാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നിൽക്കുന്നത്. ഒരുപാട് മൊമെൻറ്റ്സ് ഞാൻ ഈ സിനിമ കണ്ടിട്ട് ഇപ്പം ഞാൻ പറയുന്ന ഒരു 3-3.5 വർഷങ്ങളെങ്കിലുമായി ഇപ്പോഴും ഈ ഒരു സിനിമയിലെ ഒരുപാട് മൊമെൻറ്റ്സ് എൻ്റെ മനസ്സിലുണ്ട്. എസ്പെഷ്യലി പറയേണ്ടത് ഈ അച്ഛൻ മകൾ ജയിലിൽ വെച്ച് കണ്ടുമുട്ടിയതിന് ശേഷം പിരിയുന്നു, അല്ലെങ്കിൽ മകൾ ജയിലിൽ നിന്ന് പോകുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ എൻഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ ചിന്തിക്കുകയില്ല, നമ്മൾ ഒരു ടിപ്പിക്കൽ ഫോർമുലയിലുള്ള ഒരു സിനിമയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു സിനിമയിലൂടെ പ്രതീക്ഷിക്കുക. നിങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇടുത്തി പോലെ മറ്റൊരു സംഭവം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് മൊമെൻറ്റ്സ് എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ നായകൻ ജയിലിൽ പോയതിന് ശേഷം ജയിൽ മേറ്റ്സ് ഒക്കെ ആയിട്ട് കുറച്ച് പേരെത്തും. അവരുടെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹമായിട്ടുള്ള കുറച്ച് ഇമോഷണൽ ടച്ചിലുള്ള കുറച്ച് മൊമെൻറ്റ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിപ്പിച്ച അല്ലെങ്കിൽ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉള്ള ഒരു സിനിമ തന്നെയാണ്. ഞാൻ പറഞ്ഞു 3-3.5 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു കൊറിയൻ സിനിമയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു സിനിമയ്ക്കാണ് അന്ന് 10 ഔട്ട് ഓഫ് 10 നൽകിയത്. എന്നും പറഞ്ഞ് ഞാനിപ്പോൾ പറയുന്നില്ല ഈ സിനിമ ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ലോക സിനിമയിലെ ടോപ്പ് നമ്പർ 1 സിനിമയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരു ടോപ്പ് 10 ലിസ്റ്റൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അതിലൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുവെക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്, നിങ്ങൾ ഇതുവരെയായിട്ടും കൊറിയൻ സിനിമ കണ്ടിട്ടില്ല എന്ന് വെച്ചോ. നമുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ കൊറിയൻ എന്ത് മനസ്സിലാക്കാനാണ് എന്നൊക്കെ കരുതുന്ന കുറേ പേരുണ്ട്. ഈ സിനിമ എംസോണിലുണ്ട്. എംസോൺ നമ്പർ എന്നുള്ളത് 439 എന്നുള്ളതാണ്. പരിഭാഷ സിദ്ദിഖ് അബൂബക്കർ അതുപോലെ തന്നെ ജിഷ്ണു പ്രസാദ് എന്നിവർ ചേർന്നാണ് നടത്തിയിരിക്കുന്നത്. ഈ പരിഭാഷ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ തേടി വരും അടുത്ത കൊറിയൻ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ജോണറിലുള്ള മറ്റൊരു സിനിമ പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചു വരും. അങ്ങനെ ചോദിച്ചു വരുന്നവർക്ക് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. കാരണം ഇതുപോലെ ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കുന്ന നല്ല നല്ല സിനിമകൾ വേറെയുമുണ്ട്. നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കൊറിയൻ ഫിലിംസ്, ടർക്കിഷ് ഫിലിംസ് ഒക്കെ തന്നെ എല്ലാം നമുക്ക് ഒരു റിവ്യൂ എന്ന രീതിയിൽ ചെയ്തു പോകാം. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഒരു
നിരാശ സമ്മാനിക്കാത്ത ഒരു സിനിമയായിരിക്കും. ആർക്കും തന്നെ വലിയൊരു നിരാശ സമ്മാനിക്കില്ല. ഒരു 99% ആളുകളും ഒരു 100% ഹാപ്പി ആയിരിക്കും. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയ ചെറിയ ആസ്വാദന വ്യത്യാസമൊക്കെ കാണും. എങ്കിൽ കൂടിയും ആ 1% ആളുകൾ പോലും ഒരു മോശമെന്നൊന്നും പറയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫിലിംസ് ആയതുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിന് 10 out of 10 കൊടുത്തത്. കണ്ടിട്ട് അഭിപ്രായങ്ങളൊന്ന് പങ്കുവച്ചേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.